ഹലോ എവരി വൺ. നിങ്ങളെല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും മെയിൻറ്റെയിനിങ് എ ജർമ്മൻ കാർ ഈസ് എ ബിറ്റ് മോർ എക്സ്പെൻസീവ് വെൻ വി കമ്പയർ ഇറ്റ് ടു ലൈക്ക് ഒരു ജാപ്പനീസ് കാർ അല്ലെങ്കിൽ ഒരു കൊറിയൻ കാറിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജർമ്മൻ കാർസിൻ്റെ മെയിൻ്റനൻസ് പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് എന്നൊക്കെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ റൈറ്റ് നൗ ഐ എം സിറ്റിംഗ് ഓൺ മൈ മാർക്ക് 6 ജെറ്റ. സോ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്കിലൊരു ചേട്ടൻ വന്നിട്ട് എൻ്റെ റൈറ്റ് സൈഡ് റിയർ വ്യൂ മിററിൽ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് പോയി. മിററിൻ്റെ സ്റ്റേ ആക്ച്വലി പൊട്ടിപ്പോയി. ഈ മിറർ ആക്ച്വലി നമുക്ക് പല പാർട്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും, അതിൻ്റെ ഗ്ലാസും സ്റ്റേയും അതിൻ്റെ ബോഡിയൊക്കെ ആയിട്ട്. ഈ കേസിൽ ഈ മിറർ മൊത്തത്തിൽ ഡാമേജ് ആയി പോയതുകൊണ്ട് എനിക്ക് ആ മിറർ റീപ്ലേസ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ ഞാൻ റൈറ്റ് അവേ ഫോക്സ് വാഗണിൽ വിളിച്ചിട്ട് ചോദിച്ചു ജെറ്റയുടെ റൈറ്റ് സൈഡ് മിററിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന്. ഒരു മിററിന് 24,500 റുപ്പീസാണ് അവർ പറഞ്ഞ കോസ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സോ എക്സ്പെൻസീവ്. ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും, അതിനും ഏതാണ്ട് ഇതിൻ്റെ പകുതിയോളം കാശൊക്കെ വരുന്നുണ്ട്. സോ ദ തിങ് ഇസ് ഇങ്ങനത്തെ കാറുകൾ, അതായത് ജെറ്റയൊക്കെ ഇതൊരു പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ്, 2015 മോഡലാണ് ഈ ഒരു കാറ്. അപ്പോൾ ഇങ്ങനത്തെ കാശൊക്കെ ആക്ച്വലി നമുക്കൊരു 5 to 6 lakhs ഇപ്പോൾ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മിററിൻ്റെ കോസ്റ്റാണ് ഞാൻ പറഞ്ഞത് 24,500 റുപ്പീസ്. സോ യാ, it's a bit more expensive to maintain a German car.